ലോർഡ്, വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹ വന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ കർത്താവ് നമുക്ക് വീണ്ടും ഒരു ദിവസം കൂടി ദാനമായി തന്നു. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നത് എത്ര അനുഗ്രഹമാണ്. കർത്താവിനെ അറിയുന്തോറും നമ്മുടെ സന്തോഷം വർദ്ധിക്കും. ഇന്നും ജനത്തിൻ്റെ ഏറ്റവും വലിയൊരു കുറവ് അവർ കർത്താവിനെ അറിയുന്നില്ല എന്നുള്ളതാണ്. അറിയേണ്ട വണ്ണം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കർത്താവിനെ അല്ലാതെ മറ്റൊന്നും നമ്മൾ ആഗ്രഹിക്കുകയില്ല. അത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ദിവസവും നമുക്ക് ഈ കർത്താവിനെ അറിയുവാനും കർത്താവിൽ നിന്നും ചില കാര്യങ്ങൾ പഠിക്കുവാനും കർത്താവ് നമുക്ക് അവസരം തന്നിരിക്കുക. ഈ അവസരം ഒട്ടും നഷ്ടമാക്കാതെ ഞാൻ ഇന്നും നിങ്ങൾക്ക് വേണ്ടി കർത്താവിൽ നിന്നും പ്രാപിച്ച ഒരു ചെറിയ വിഷയം നിങ്ങളോട് പങ്കുവയ്ക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുക. അത് മറ്റൊന്നുമല്ല, നമുക്ക് കർത്താവിലൂടെ ലഭിക്കുന്ന സ്വാതന്ത്ര്യം എന്നുള്ളതാണ് ഇന്നത്തെ ചെറിയൊരു വിഷയം. ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യം വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മളിന്ന് നമ്മുടെ ഭാരതം സ്വതന്ത്രമാണെന്ന് പറയുമ്പോൾ തന്നെ ഭാരതത്തിൽ ജീവിക്കുന്ന ആൾക്കാർ സ്വതന്ത്രരല്ല. അപ്പോൾ അത് നമ്മുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണ് എന്നറിയുന്നത് നന്നായിരിക്കും. അത് ഒരിക്കൽ കർത്താവ് യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ ഒരു വാക്യം ഇങ്ങനെയാണ്. യോഹന്നാൻ 8-ാം അധ്യായം അതിൻ്റെ 36-ാം വാക്യത്തിലാണ്. യോഹന്നാൻ 8:36. അവിടെ കർത്താവ് പറയുകയാണ്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അപ്പോൾ പുത്രനിലൂടെ മാത്രമേ യഥാർത്ഥമായ സ്വാതന്ത്ര്യം അനുഭവമാക്കാൻ കഴിയൂ എന്ന് കർത്താവ് യഹൂദന്മാരോട് പറയും. കാരണമുണ്ട്. യഹൂദന്മാരോട് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പറയുന്ന കാര്യം അറിയോ? ഞങ്ങൾ അതിൻ്റെ 33-ാം വാക്യം, അവർ അവനോട്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല, നിങ്ങൾ സ്വതന്ത്രന്മാരാകും എന്ന് നീ പറയുന്നത് എങ്ങനെ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ യഹൂദന്മാർ പറയുന്നത്, ഞങ്ങൾ ആർക്കും ഒരിക്കലും ദാസന്മാരായിരുന്നിട്ടില്ല, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയാണ്. എന്തൊരു പോഷത്വം അവർ പറയുന്നതല്ലേ. അവർ എത്ര സത്യം മറച്ചു വെച്ചാൽ അവർ പറയുന്നത്. നമുക്കറിയാം, നമ്മൾ പ്രത്യേകിച്ചും കർത്താവ് ഈ ജനത്തോട് പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ആവർത്തന പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ ദൈവം തന്നെ ഈ ജനത്തോട് പറഞ്ഞൊരു കാര്യം. ആവർത്തനം 15:15, നീ മിസ്രയീം ദേശത്ത് അടിമയായിരുന്നുവെന്നും നിന്റെ ദൈവമായ യഹോവ നിന്നെ വീണ്ടെടുത്തുവെന്നും ഓർക്കണം. അപ്പോൾ ഓർക്കണമെന്ന് പറഞ്ഞ കാര്യം മറന്നുപോയി. അവർ മിസ്രയീമിൽ അടിമകളായിരുന്നു. ഓർക്കണമെന്ന് പറഞ്ഞ കാര്യം അവർ മറന്നുപോയി. അതേ ആവർത്തനം അതിൻ്റെ 16-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, നീ മിസ്രയീമിൽ അടിമയായിരുന്നുവെന്നും ഓർത്ത് ഈ ചട്ടങ്ങൾ പ്രമാണിച്ച് നടക്കണം. കണ്ടോ, ഇത് ദൈവം വീണ്ടും വീണ്ടും അവരെ ഓർപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മൾ അതിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും അവിടെ വീണ്ടും ഒന്നുകൂടെ വിശദമായിട്ട് കർത്താവ് പറയുന്നുണ്ട്, നീ മിസ്രയീമിൽ അടിമയായിരുന്നുവെന്നും നിന്റെ ദൈവമായ യഹോവ നിന്നെ അവിടെ നിന്നും വീണ്ടെടുത്തുവെന്നും ഓർക്കണം, അതുകൊണ്ടാകുന്നു ഇക്കാര്യം ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത്. കണ്ടോ, അതേ അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ വീണ്ടും വായിക്കുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ അവസാന ഭാഗത്ത്, നീ മിസ്രയീം ദേശത്ത് അടിമയായിരുന്നു എന്ന് ഓർക്കണം. കണ്ടോ, എത്ര പ്രാവശ്യം അവരോട് പറഞ്ഞിരുന്നേ. അപ്പോൾ അവർ പറയണ, ഞാൻ ഒരിക്കലും ആർക്കും അടിമയായിരുന്നില്ലെന്ന്. അതിനുശേഷം അവർ ബാബേൽ രാജാവ് അവരെ അടിമകളായി പിടിച്ചുകൊണ്ട് പോയി. നിങ്ങൾക്കറിയാം ചരിത്രം. നെബൂഖദ്നേസർ മേദ്യ പാർസിയർക്ക് അവർ അടിമകളായിരുന്നു. മാത്രമല്ല ഇപ്പോൾ അവർ ആയിരിക്കുന്നതും റോമർക്ക് അടിമകളായിട്ടാണ്. എന്നിട്ടും അവർ പറയുന്നത് ഞങ്ങൾ ആർക്കും അടിമയല്ലെന്ന്. നോക്കണേ. അപ്പോൾ കർത്താവിലൂടെയാണ് നമുക്ക് യഥാർത്ഥമായിരിക്കുന്ന സ്വാതന്ത്ര്യം ലഭിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ കർത്താവ് എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. അതിൻ്റെ യോഹന്നാൻ അതിൻ്റെ 8-ാം അധ്യായം 34-ാം വാക്യം. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു. നോക്കുക,
നിങ്ങൾ പാപികളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പാപം ചെയ്യുന്ന ഒരു വ്യക്തി പാപത്തിൻ്റെ ദാസനാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ കർത്താവിലൂടെ ലഭിക്കുന്ന സ്വാതന്ത്ര്യം, നമുക്ക് ഏതെല്ലാം നിലയിലുള്ള സ്വാതന്ത്ര്യമാണ് കർത്താവ് തരുന്നതെന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അപ്പം അതിലൊന്നാമത്തെ കാര്യം, പാപത്തിൽ നിന്നും കർത്താവ് നമുക്ക് വിടുതൽ സ്വാതന്ത്ര്യം തരുന്നു. നമ്മളെല്ലാം പാപത്തിൻ്റെ അടിമകളായി ജനിച്ചവരാണ്. നമുക്കറിയാം, നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഒരു വലിയ കർത്തവ്യം, നാം ചെയ്യേണ്ട ഒരു കാര്യം, റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ കർത്താവ് അവിടെ വചനം പറയുന്നുണ്ട്. ഒന്നുകിൽ അതിൻ്റെ ബി പാർട്ട്, റോമാലേഖനം 6-ാം അധ്യായം 16-ാം വാക്യത്തിൻ്റെ ബി പാർട്ട്, ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ തന്നെ. അപ്പോൾ നമ്മൾ ഒരിക്കൽ ക്രിസ്തുവിലാവുന്നതിന് മുൻപ്, രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് നമ്മൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ ദാസന്മാരായി, നീതിയുടെ ദാസന്മാരായി നമ്മൾ പ്രവർത്തിക്കണം, ജീവിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ ദൈവം ഒന്നാമത്തെ കാര്യം നമുക്ക് എന്ത് ചെയ്തു? നമുക്ക് പാപത്തിൽ നിന്നും, ആ പാപത്തിൻ്റെ ദാസത്വത്തിൽ നിന്നും ദൈവം നമ്മളെ സ്വതന്ത്രരാക്കി. ഇന്ന് നമ്മൾ വളരെ സൂക്ഷിക്കണം നമ്മുടെ ജീവിതം. സ്വതന്ത്രമാക്കപ്പെട്ട നമ്മൾ വീണ്ടും പാപത്തിലേക്ക് പോകാതെ നമ്മളെ തന്നെ സൂക്ഷിക്കണം. നിശ്ചയമായും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പാപങ്ങൾ, തെറ്റുകൾ ഉണ്ടാകും. എന്നാൽ ഉടനെ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ആ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ നമുക്കിടയാണ്. അപ്പോൾ ഒന്നാമത്തെ ദൈവം തരുന്ന സ്വാതന്ത്ര്യം പാപത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യമാണ്. രണ്ടാമത്തെ നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം എന്നുള്ളത് രോഗത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യമാണ്. നോക്കണം, നമുക്കറിയാം കർത്താവ് നമ്മൾ രോഗികൾക്കും സൗഖ്യം നൽകുന്നവനാണ്. എന്നാൽ കർത്താവിൻ്റെ വരവും മരണവും ഒക്കെ നമ്മളുള്ള ബന്ധത്തിൽ രോഗത്തിന് വേണ്ടിയല്ല, അത് നമ്മുടെ പാപത്തോടുള്ള ബന്ധത്തിലാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമുക്കറിയാം 18 വർഷമായി കൂനിയായിരുന്ന ഒരു സ്ത്രീയെ കർത്താവ് വിടുവിച്ചു. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ കൂന് എന്നുള്ളത് അതൊരു പൈശാചിക ബന്ധനമായിരുന്നുള്ള. അപ്പോൾ അനേക രോഗങ്ങളുടെയും പിന്നിൽ പിശാചിൻ്റെ കൈയുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ പാപത്തിൻ്റെ ഫലമായിട്ട് അനേക രോഗം ഉണ്ടാകുന്നുണ്ട്. എല്ലാ രോഗങ്ങളും പാപത്തിൻ്റെ ഫലമായിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ്, നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. അതിൻ്റെ 10 മുതൽ 17 വരെ വായിക്കണം. എങ്കിലും ഞാനിപ്പോൾ അതിൻ്റെ 16-ാം വാക്യം മാത്രം നിങ്ങൾക്ക് വിശദമായി മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യം വായിക്കുക. ഞാനിപ്പോൾ അതിൻ്റെ 16-ാം വാക്യം മാത്രമേ വായിക്കുന്നുള്ളൂ. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവിടെ സബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ കർത്താവ് അത് ഒരു സബത്ത് നാളിൽ ചെയ്തുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാർക്ക്, ശാസ്ത്രിമാർക്ക്, പരീക്ഷന്മാർക്ക് ഇതൊന്നും സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കർത്താവ് എന്ത് ചെയ്യുന്നു? നമ്മളെ രോഗബന്ധനങ്ങളിൽ നിന്നും വിടുവിക്കുന്നു. അപ്പോൾ ഒന്ന്, പാപത്തിൻ്റെ ദാസത്വത്തിൽ നിന്നും വിടുവിക്കുന്നു. 2, രോഗത്തിൽ നിന്നും നമ്മളെ വിടുവിക്കുന്നു. മൂന്നാമത്തെ കാര്യം, കർത്താവ് നമ്മളെ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും വിടുവിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഗലാത്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ, ഗലാത്യർ 3:13 അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്ന് ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങി. കണ്ടോ? എത്ര വളരെ വലിയൊരു കാര്യമാണ്. അതേ അധ്യായം, അതേ ഗലാത്യ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ 4:5 അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം ഭാവിക്കേണ്ടതിന് തന്നെ. നമ്മളെ കർത്താവ് തൻ്റെ വിലയേറിയ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി. നോക്കുക, നമ്മളെ ന്യായപ്രമാണത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും വിടുവിച്ചു. അതൊരു ന്യായപ്രമാണത്തിൽ നിന്നും വിടുവിക്കുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. ഇന്ന് വിശ്വാസികളായ നാം ഒരിക്കലും ന്യായപ്രമാണത്തിൻ്റെ ദാസത്വത്തിലല്ല. നമ്മൾ റോമാലേഖനം 6-ാം അധ്യായം
14-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. അപ്പോൾ രക്ഷിക്കപ്പെട്ട നാം എല്ലാവരും കൃപയ്ക്ക് അധീനരാണ്, ന്യായപ്രമാണത്തിനല്ല. കാരണം ദൈവത്തിൻ്റെ വചനം കേട്ട് ആ വചനം കേട്ടതിലൂടെ നമുക്കൊരു മരണം സംഭവിച്ചു, പാപസംബന്ധമായിട്ടുള്ള മരണം. ഈ മരണത്തിലൂടെ നമ്മൾ ആദാമ്യ തലമുറയിൽ നിന്ന് മാറി ഒടുക്കത്തെ ആദാമായത് ക്രിസ്തുവിലേക്ക് നാം ആയിത്തീർന്നു. നമുക്കറിയാം ഇതിൻ്റെ ഒരു വലിയ വ്യവസ്ഥ കർത്താവ് തന്നെ റോമാലേഖനം 7-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. വളരെ ലളിതമാണ്, അത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഞാനതൊന്ന് വായിക്കാം. പിന്നെ സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർതൃന്യായ പ്രമാണത്തിൽ നിന്നും ഒഴിവുള്ളവളായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ ഒരു പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേർ വരും. ഭർത്താവ് മരിച്ചു എങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്നും സ്വതന്ത്രയാകുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ മറ്റൊരുവന് ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണം സംബന്ധമായി മരിച്ചിരിക്കുന്നു. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കുമെന്നോണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിൻ്റെ വഴക്കത്തിലല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്നും ഒഴിവുള്ളവരായിരിക്കുന്നു. എത്ര ക്ലിയർ ആയിട്ട് ലളിതമായിട്ട് മനസ്സിലാക്കാം, ഒരു വ്യാഖ്യാനത്തിൻ്റെ പോലും ആവശ്യമില്ലാതെ. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ഞാനും മരിച്ചു, എൻ്റെ പാപജഡവും ക്രൂശിക്കപ്പെട്ടു. അത് റോമർ 6:6 പറയുന്നുണ്ട് അല്ലേ? 6:6 വന്ന് വായിക്കുന്നത്, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം പറയേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അപ്പോൾ അങ്ങനെ ക്രൂശിക്കപ്പെട്ടു, അത് തീർന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ന്യായപ്രമാണത്തിൻ്റെ അതിൻ്റെ ശക്തിയിൽ നിന്നും അതിൻ്റെ ആ നിവർത്തിക്കാനുള്ള കഴിവുകളിൽ നിന്നും കർത്താവ് നമ്മളെ പൂർണ്ണമായും വിടുവിച്ചു. ഇതൊക്കെ ഒന്ന് ഒരു വിശുദ്ധൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്കുള്ള ജീവിതം കൃപയില്ല. അതുകൊണ്ട് കൃപയിലായതുകൊണ്ട് എങ്ങനെ ജീവിക്കാമെന്നല്ല, പൂർണ്ണമായും ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമാണ്. നമ്മൾ ദൈവം നമുക്ക് തന്ന പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഏവരും ദൈവമക്കളാണ്. അപ്പോൾ നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു, നമ്മൾ ഇന്ന് വിശുദ്ധരാണ്, കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഇനി നാം ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരായിരിക്കുന്നു എന്ന് തിരുവചനം പറയുന്നു. അപ്പോൾ നമുക്ക് പാപത്തിൽ നിന്നും കർത്താവ് സ്വാതന്ത്ര്യം തന്നു, പിന്നെ രോഗത്തിൽ നിന്നും കർത്താവ് സ്വാതന്ത്ര്യം തന്നു. ഈ രോഗത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ എനിക്ക് വളരെ ഒരു അനുഭവമുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് വളരെയധികം വലിവ് എന്ന ഒരു വല്ലാത്ത രോഗത്തിന് അടിമയായിരുന്നു. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ട ആ ദിവസം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു പൈശാചിക ദൂതനായിരുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ വളരെ ഭാരപ്പെട്ടിട്ടുണ്ട്, ശ്വാസം കിട്ടാതെ വളരെ വിഷമിച്ചിട്ടുണ്ട്. ആ നാളുകൾ വരെയും ഞാൻ ഒരുപാട് രീതിയിലുള്ള മരുന്നുകളൊക്കെ കഴിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ട ആ ദിവസം, ആ നിമിഷം കൃപയാൽ, കർത്താവിൻ്റെ വലിയ കൃപയാൽ ആ അസുഖം എന്നെ വിട്ടുമാറി. പിന്നീട് ഇന്ന് വരെയും അങ്ങനെയുള്ള യാതൊരു അസുഖത്തിനും രോഗത്തിനും അടിമയായിരിക്കേണ്ടി വന്നിട്ടില്ല. ഇതൊരു എൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്. അത് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഏതായാലും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളെ രോഗത്തിൽ നിന്നും നമ്മുടെ കർത്താവ് സ്വതന്ത്രമാക്കുന്നു. മൂന്നാമത്തെ കാര്യം, ന്യായപ്രമാണത്തിൽ നിന്നും കർത്താവ് നമ്മളെ സ്വതന്ത്രമാക്കുന്നു. നാലാമത്തെ കാര്യം, നമ്മൾ മാനുഷികമായിരിക്കുന്ന ആ അടിമത്വത്തിൽ നിന്നും കർത്താവ് നമ്മളെ സ്വതന്ത്രമാക്കുന്നു. നമുക്കറിയാം ഇന്ന് അനേകരെയും ഭരിക്കുന്നത് മാനുഷിക ഭയമാണ്. അതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനേക്കാൾ അധികമായിട്ട് അവർ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, മനുഷ്യനെ, സമൂഹത്തെയൊക്കെ ഭയപ്പെടുന്നവരുണ്ട്. അപ്പോൾ അത് നമുക്ക് ചുറ്റുപാടിലുള്ളവരെല്ലാം വലിയ വലിയ
രാഷ്ട്രീയ നേതാക്കന്മാരെ പോലും മനുഷ്യരെ ഭയപ്പെടുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, നമ്മൾ മനുഷ്യരെ ഭയപ്പെടാൻ പാടില്ല. നമ്മൾ 1 കൊരിന്ത്യർ 7-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിൽ, 1 കൊരിന്ത്യർ അതിൻ്റെ 7-ാം അധ്യായം 23-ാം വാക്യം, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, മനുഷ്യർക്ക് ദാസന്മാരാകരുത്. എത്ര ക്ലിയറാ! മനുഷ്യർക്ക് ദാസന്മാരാകാൻ പാടില്ല. ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. തൻ്റെ വിലയേറിയ രക്തത്താൽ ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്നുള്ള ഈ യാഥാർത്ഥ്യം ഓരോ വിശുദ്ധനും വളരെ ഗഹനമായി മനസ്സിലാക്കണം. ഇനി നാം ദൈവത്തിനുള്ളവരാണ്. അതുകൊണ്ട് ഏത് നിലയിലും നമുക്കറിയാം, ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ ഗലാത്യരോട് പറയുമ്പോൾ പൗലോസിനെ പറയുന്നൊരു കാര്യം, 1:10, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കില്ല. കണ്ടോ? നമ്മുടെ ഉള്ളിൽ എങ്ങനെയെങ്കിലും മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ, അവരെ പ്രസാദിപ്പിക്കുവാൻ ഒരു ക്രിസ്തു വിശ്വാസിയെ ചിന്തിക്കുന്നുവെങ്കിൽ, ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവൻ ഇതുവരെയും ദൈവത്തിൻ്റെ ദാസനായി തീർന്നിട്ടില്ല എന്ന വചനം പറയുന്നത്. നോക്കുക, അത് എത്രയോ സത്യമാണ് പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം, കർത്താവിൻ്റെ നാളുകളിൽ ഓരോ വ്യക്തിക്ക് ഒരു അന്ധനെ കർത്താവ് കാഴ്ച കൊടുത്തു. ആ അന്ധൻ്റെ മാതാപിതാക്കളെ വിളിച്ച്, ഇവനിങ്ങനെ അന്ധനായി ജനിച്ചവനാണോ, ഇവനെങ്ങനെ കാഴ്ച ലഭിച്ചു, നിങ്ങൾ അവനെക്കുറിച്ച് എന്തു പറയുന്നു എന്നൊക്കെ ചോദിച്ചപ്പം അവർക്ക് സത്യം അറിയാം. എങ്കിലും അവർ പറഞ്ഞില്ല. അവർ പറഞ്ഞതിനെ അറിയോ അവർ കൊടുത്ത ഉത്തരം? അവർ ഈ യഹൂദന്മാരെ പേടിച്ചതുകൊണ്ട് ഈ യഹൂദന്മാരൊരു ഒരു ഒരു വ്യവസ്ഥ വെച്ചിരുന്നു. ഈ യേശുവിനെ ഏറ്റു പറഞ്ഞ് അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവനെ പള്ളിപ്രശ്നമാക്കണം. ഈ ഭയം അവരെ ഭരിച്ചതുകൊണ്ട് അവരോട് ചോദിച്ചപ്പം അവർ പറഞ്ഞ കാര്യം യോഹന്നാൻ 9:22, യഹൂദന്മാരെ ഭയപ്പെടുകൊണ്ടത്രേ അവൻ്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്, അവനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവൻ പള്ളിപ്രശ്നനാകണം എന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞു വെച്ചിരുന്നു. കണ്ടോ? നോക്കണേ. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞറിയോ, കണ്ണ് കാണുന്നത് എങ്ങനെ എന്ന് അറിയുന്നില്ല, അവൻ്റെ കണ്ണ് ആർ തുറന്നു എന്ന് അറിയുന്നില്ല, അവനോട് ചോദിപ്പിൻ, അവന് പ്രായമുണ്ടല്ലോ, അവൻ തന്നെ പറയും എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. യഥാർത്ഥത്തിൽ അവർക്കറിയാം, എന്നാലും അവർ പറയാൻ ഭയപ്പെട്ടു. കാരണം അവർ പള്ളിഭ്രഷ്ടരാകുമെന്ന് ഭയപ്പെട്ടു. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള സകല ഭയത്തിൽ നിന്നും കർത്താവ് നമ്മളെ വിടുവിക്കുക. ഏറ്റവും വലിയ ഭയം മരണഭയമാണ്. നമ്മൾ എബ്രായർ 2:14-15 വായിക്കുന്നുണ്ട്, ദൈവം നമ്മളെ മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെ വിടുവിച്ചു, മരണഭയത്തിൽ നിന്നും വിടുവിച്ചു. നോക്കുക, അപ്പോൾ കർത്താവ് തരുന്ന സ്വാതന്ത്ര്യം, പാപത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം, രോഗത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം, ന്യായപ്രമാണത്തിൽ നിന്നും സ്വാതന്ത്ര്യം, മാനുഷിക നുഖത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം, ഇങ്ങനെയുള്ള വലിയ സ്വാതന്ത്ര്യങ്ങളാണ്. ഒപ്പം ഞാൻ പറഞ്ഞല്ലോ, മരണത്തിൽ നിന്നും നമുക്കുള്ള സ്വാതന്ത്ര്യം, അതെല്ലാ മനുഷ്യനെയും ബാധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ മരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം കർത്താവിന് മാത്രമേ തരാൻ കഴിയൂ. കാരണം കർത്താവിൽ വിശ്വസിക്കുന്ന ഒരുവൻ മരണത്തെ അതിജീവിച്ച് നിത്യജീവനിൽ പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് യോഹന്നാൻ 5:24 കർത്താവ് തന്നെ പറഞ്ഞു. എത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, ഈ സ്വാതന്ത്ര്യം പ്രാപിച്ചവർ ചെയ്യേണ്ട ഒരു കാര്യം, അതുകൂടെ പറഞ്ഞില്ലെങ്കിൽ ഈ ഒരു ചെറിയ സന്ദേശമാണെങ്കിലും അത് പൂർണ്ണമാകുകയില്ല. അപ്പോൾ അതെന്നാന്ന് ചോദിച്ചാൽ, ഇവിടെ തന്നെ നമുക്കറിയാം, ഗലാത്യ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ പൗലോസിനെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, ഗലാത്യർ 5:1 അവിടെ വായിക്കുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. കണ്ടോ? രക്ഷിക്കപ്പെട്ട പലരും വീണ്ടും അടിമനുഖത്തിലേക്ക് കുടുങ്ങിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. വീണ്ടും മാനുഷിക കൽപ്പനകളിലേക്കും തൻ്റെ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായിട്ടുള്ള നടപ്പിലേക്കുമൊക്കെ ആൾക്കാർ വീണ്ടും കുടുങ്ങിപ്പോകുന്ന അനുഭവം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വായിക്കുന്നത്, അങ്ങനെ നിങ്ങൾ കുടുങ്ങരുത്. അതേ അധ്യായം ഗലാത്യർ 2:4 വായിക്കുന്നത്, അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു, അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുവേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഉറ്റുനോക്കുവാൻ ഒഴിഞ്ഞു വന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവേശുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ നിന്നും നമ്മളെ എങ്ങനെയെങ്കിലും വീണ്ടും അടിമനുഖത്തിലേക്ക് കൊണ്ടുപോകുവാൻ അനേക കള്ള സഹോദരന്മാരിലൂടെ ശത്രു പ്രവർത്തിക്കും. നമ്മൾ സൂക്ഷിക്കണം. ദുരുദ്ദേശങ്ങളിലായിട്ടായിരിക്കാം,
കപടഭക്തിയിലൂടെ ആയിരിക്കാം. വിവിധ നിലകളിൽ നമ്മൾ വീണ്ടും ഈ സത്യത്തിൽ നിന്നും നമ്മളെ തെറ്റിക്കുവാൻ ശത്രു ശ്രമിക്കും. അവിടെയെല്ലാം നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. രണ്ടാമത്തെ കാര്യം, അതേ ഗലാത്യർ 5-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യമാണ്. അതും വളരെ മഹത്വപൂർണമായൊരു വാക്യമാണ്. 5:13, സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പിൻ എന്ന് വെച്ചാൽ വളരെ നമ്മൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിലൂടെ ജഡീകതയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ജഡീകന്മാരായി മാറാൻ സാധ്യതയുണ്ട്. ജഡീക അഭിലാഷങ്ങളിലേക്ക് തിരിയാൻ സാധ്യതയുണ്ട്. അത് വരാതെ നമ്മൾ എന്ത് ചെയ്യണം? അന്യോന്യം ശുശ്രൂഷിക്കണം. വളരെ വിലപ്പെട്ട കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യമാണ്. 1 പത്രോസ് 2:16, സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിൻ്റെ ദാസന്മാരായും നടപ്പിൻ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിൻ്റെ ദാസന്മാരായി നടക്കണം. പാപത്തിൻ്റെ ദാസത്വത്തിലേക്ക് വേണ്ടി തിരിയരുത്. ചിന്തിക്കുക, നമുക്ക് ലഭിക്കുന്ന ഈ മുന്നറിയിപ്പുകൾ എത്ര വിലപ്പെട്ടതാണ്. ഇതിനെ നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്. ഇതിനെ നമ്മൾ വളരെ ഗൗരവമായിട്ട് തന്നെ കാണണം. എല്ലാ ദൈവമക്കളോടും എനിക്ക് പറയാനുള്ളത് ഇതാ. അപ്പോൾ ക്രിസ്തുവിലൂടെയുള്ള ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന നാം വീണ്ടും അടിമനുഭവത്തിലേക്ക് പോകുവാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നൊരു മുന്നറിയിപ്പ് തിരുവചനം നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്കറിയാം, ഇന്ന് അനേക വിശുദ്ധന്മാരെ നോക്കിയാൽ അവർക്കൊരു യഥാർത്ഥമായ സന്തോഷം അവരിൽ കാണുന്നില്ല. കാരണം അവർ എവിടെയെങ്കിലും നമ്മൾ ഈ 1 പത്രോസ് തന്നെ 2:19 1 പത്രോസ് അതിൻ്റെ 2 പത്രോസില്ല 2 പത്രോസ് അതിൻ്റെ 2:19 2 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം അതിൻ്റെ അവസാന ഭാഗത്താണ് അവിടെ വായിക്കുന്നു, ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും തോൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. കൃപ ലഭിച്ച് നമ്മൾ ആ കൃപയിൽ നിൽക്കണം. നമ്മൾ എവിടെയെങ്കിലും തോൽക്കുന്നുണ്ടോ? ചിലർക്ക് ഒരുപാട് വാചാലകരായിട്ട് ഒരുപാട് വർത്തമാനം പറയുന്ന സ്വഭാവമായിരിക്കും. ഒരു തോൽവി അവരുടെ വാക്കുകൾ പെരുകുമ്പോൾ ലംഘനം ഉണ്ടാവുന്ന അപ്പോൾ അതും ഇതുമല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മളെ എങ്ങനെയെങ്കിലും വീണ്ടും അടിമനുഭവത്തിലേക്ക് കൊടുക്കുവാൻ ശത്രു ശ്രമിക്കും. അപ്പോൾ അത് വരാതെ നമ്മൾ യഥാർത്ഥമായിരിക്കുന്ന ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം, ദൈവത്തിൻ്റെ ആത്മാവുള്ളടത്ത് സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് അല്ലേ? നിങ്ങൾക്കറിയാം, 2 കൊരിന്ത്യർ അതിൻ്റെ 3-ാം അധ്യായം 17-ാം വാക്യം 2 കൊരിന്ത്യർ 3:17, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പറയുന്നതിൻ്റെ സാരം, നമ്മൾ ആത്മാവിലാണെങ്കിൽ യഥാർത്ഥമായ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയും. അപ്പം ഈ സ്വാതന്ത്ര്യത്തിൽ യഥാർത്ഥമായി നാം നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണം എന്നും കൂടെ ഒരു വാക്യം പറഞ്ഞ് ഞാൻ നിർത്താം. അത് വളരെ വിലപ്പെട്ട കാര്യമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കണമെങ്കിൽ, ഈ സ്വാതന്ത്ര്യം എപ്പോഴും ആസ്വദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിൻ്റെ സത്യവചനത്തിൽ നിലനിൽക്കണം. സത്യവചനത്തിൽ നിലനിൽക്കണം. അതാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 31-32 വാക്യം. വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആ വചനത്തിൽ നിലനിൽക്കണം. അല്ലെങ്കിൽ ആ വചനത്തെ നമ്മൾ അനുസരിക്കണം, പ്രമാണിക്കണം. ഇത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഞാനത് വായിക്കാം. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. കണ്ടോ? അപ്പോൾ നമുക്ക് ദൈവവചനത്തിൽ നിലനിൽക്കുന്ന ഒരനുഭവം ഉണ്ടായിരിക്കണം. ഇന്ന് അനേർക്കും വചനമൊക്കെ അറിയാം, പക്ഷെ അവരത് നിലനിൽക്കുന്നില്ല, അല്ലെങ്കിൽ അത് പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുന്നില്ല. അങ്ങനെ ആയിട്ട് എന്താ കാര്യം? നമ്മൾ വെറുതെ വാഗൊണ്ട് പറഞ്ഞതുകൊണ്ട് മാത്രം ദൈവം സന്തോഷിക്കുമോ? ഇല്ല. നമ്മൾ കൃത്യമായി ആ വചനപ്രകാരം നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ ദൈവഹൃദയത്തിന് സന്തോഷം ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ നമ്മൾ ചെയ്യണം. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുന്നത് തന്നെ എൻ്റെ ആഹാരമെന്ന് കർത്താവ് പറഞ്ഞതുപോലെ
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവ് പറഞ്ഞത് ചെയ്യുമ്പോൾ അത് നമുക്ക് ഒരു ആത്മീയ ആഹാരമായി നമ്മുടെ ആത്മീയ മനുഷ്യൻ്റെ പുഷ്ടിക്ക് കാരണമായി തീരും. അതിന് നമ്മൾ ഉത്സാഹിക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസം നാം ചിന്തിച്ചത് കർത്താവ് തരുന്ന സ്വാതന്ത്ര്യം, അത് ഏതെല്ലാം കാര്യത്തിൽ സ്വാതന്ത്ര്യം തരുന്നു? പാപത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും, ന്യായപ്രമാണത്തിൽ നിന്നും, മാനുഷിക നുഖത്തിൽ നിന്നും. അപ്പോൾ ഈ 4 കാര്യത്തിലാണ് ദൈവം നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം. അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിൽ പ്രാപിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യം വീണ്ടും നമ്മൾ അടിമനുഖത്തിൽ കുടുങ്ങാതെ സൂക്ഷിക്കുക. അത് ജഡത്തിന് അത് മറയാക്കാതെ നമ്മൾ സൂക്ഷിക്കുക. അതിലൂടെ അന്യോന്യം നമ്മൾ സേവിക്കുകയാണ് വേണ്ടത്. മാത്രമല്ല ദൈവത്തിൻ്റെ ദാസന്മാരായി നാം നടക്കുക. എത്ര അനുഗ്രഹീതമായ കാര്യമാണ് നമ്മുടെ ഈ ചെറിയൊരു ആയുസ്. അത് എല്ലാ നിലയിലും ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് കർത്താവിനെ സേവിപ്പാൻ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. ആമേൻ.